മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറയിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. 40 ലക്ഷത്തോളം പേരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ പി.സി. തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഡാമിന്റെ കാര്യത്തിൽ പുതുക്കി പണിയണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു നടപടിയും ഇല്ലാതിരുന്നപ്പോൾ പാർലമെന്റിൽ ഇത് പല പ്രാവശ്യം ഞാൻ അവതരിപ്പിച്ചു. കാര്യമായ നടപടി ഉണ്ടായില്ല എന്ന് വന്നപ്പോൾ ഞാൻ പ്രധാനമന്ത്രിക്കും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് ആയി ബന്ധപ്പെട്ട ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാരെ പോയി കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. കേരളത്തിലെ മന്ത്രിമാരെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു. തന്നെയല്ല, കേരളത്തിലെ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ മാത്രമല്ല മറ്റ് ചിലരെയും പോയി കണ്ട് ഈ കാര്യം പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലും വരില്ല. കാരണം മറ്റൊന്നുമില്ല, സത്യം ഏതാണെന്ന് തോന്നിയാലും എന്തെല്ലാം നല്ലതാണ് എന്ന് മനസ്സിലായാലും ഒരു പരിധി കൂടുതൽ അവർ പോകില്ല. കാരണം അവരൊരു തീരുമാനമെടുക്കുമ്പോൾ അത് തമ്മിൽ സമാധാനപരമായി ആ പ്രശ്നം തീർക്കുന്ന രീതിയിലാവുകയോ അല്ലെങ്കിൽ മറിച്ചൊരു ഡാം പണിതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാനായിട്ട് അവർ കൂടി സമ്മതിച്ചാൽ അവർക്ക് പേടിയാണ് അടുത്ത പ്രാവശ്യം അവർക്ക് ജയിക്കാൻ പറ്റുമോ എന്ന്. അതാണല്ലോ രാഷ്ട്രീയത്തിന്റെ ഒരു വശം. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എം.ജെ. ജേക്കബ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് തോമസ് പെരുമന, സാബു വേങ്ങവേലി, ആന്റണി ആലഞ്ചേരി, നോബിൾ ജോസഫ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.